റോസ് ഐലൻഡിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പണിത പള്ളിയുടെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. ഇതിൻ്റെ ജനലുകളിലൊക്കെ ഒറിജിനൽ ഗ്ലാസ് പാളികളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ വേൾഡ് വാർ 2 ബോംബൊക്കെ വന്ന് വീണപ്പോൾ അതെല്ലാം തകർന്നില്ലാണ്ടായി. നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ ചർച്ച് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തു. വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ റോസ് ഐലൻഡിൻ്റെ നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങൾ ഫുള്ള് നടന്ന് കാണാമെന്നാണ് കരുതിയത്. ഇത് നമ്മുടെ ബാരക്കായിരുന്നു. അപ്പോൾ ജോച്ചാൻ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ അവർ കുറച്ചുകൂടെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേനു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ഒതൻറ്റിക് അതിൻ്റെതായ ഭംഗിയിൽ വെക്കുന്നതല്ലേ നല്ലതെന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ കരുതി ഒരു ബിൽഡിങ്ങെങ്കിലും അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ഇല്ല, ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഇതായിരുന്നു ശരിക്കുമുള്ള ബാരക്ക്. അതൊക്കെ വേര് കയറി. പിന്നെ ഇടയ്ക്ക് ബോംബൊക്കെ വന്ന് വീണേൻ്റെ നാശമായ രൂപങ്ങളൊക്കെ നമുക്കവിടെ കാണാം. പക്ഷെ അതിനെല്ലാം ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും അധികമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കയറിയപ്പോഴത്തേന് ഒത്തിരി മടുത്തു. അതുകൊണ്ട് കുറേ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരു ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടുന്ന കുറേ സ്ഥലങ്ങൾ നമ്മുടെ റോസ് ഐലൻഡിലുണ്ട്. പിന്നെ വളരെ അത്ഭുതമാണ് അല്ലേ, ആ ഒരു സമയത്ത് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് തന്നെ ബ്രിട്ടീഷുകാർ ഇത്രയും ബിൽഡിങ്സ് ഈ ഒരു ഐലൻഡിൽ പണിതെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. നമ്മുടെ വെള്ളം നമ്മുടെ ബീച്ചിൽ നിന്ന് കയറ്റി അവർ പ്യൂരിഫൈ ചെയ്യുന്നതിനായിട്ടുള്ള പല പല സ്ഥലങ്ങളും നമ്മുടെ റോസ് ഐലൻഡിൽ നമുക്ക് കാണാമായിരുന്നു. പിന്നെ എവിടെ ചെന്നാലും മാനുകൾ പറയണ്ടല്ലോ. ഞങ്ങൾ റോസ് ഐലൻഡിൻ്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോഴും അവിടെ പിന്നെയും മാൻകൂട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ മുകളിൽ നമുക്ക് ജ്യൂസും ചെറിയ സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീച്ചിലേക്ക് ഒരു പാലം അവർ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ വേണ്ടി. ക്ലൈമറ്റും നല്ല നല്ല മഴ പെയ്യുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ആയിരുന്നുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെയും ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് കയറി. കാരണം നമ്മളെ കൊണ്ടുപോകുന്ന ബോട്ട് ഒരു 1.5 മണിക്കൂർ സമയമാണ് പറഞ്ഞതെങ്കിലും 1 മണിക്കൂർ ആവാനായപ്പോഴേക്കും നമ്മളെ വിളി തുടങ്ങി, നമുക്ക് തിരിച്ചു പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട്. 1 മണിക്കൂറിൽ കേട്ടോ അവർ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറുന്ന വഴി സൈഡിൽ ഐസ്ക്രീമിൻ്റെ കുൽഫിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഐസ്ക്രീമിന് നമ്മുടെ നാട്ടിലെ പോലെ വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അധികം മേടിച്ചില്ല. പിന്നെ തിരിച്ചിറങ്ങുന്ന വഴി ഒന്നുകൂടെ ഞങ്ങൾ ആ സ്ഥലത്തിൻ്റെ ഭംഗിയും പൂളിൻ്റെ അടുത്തും പവർ ഹൗസും ബേക്കറിയും എല്ലാം ഒന്നുകൂടെ കണ്ടിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചിറങ്ങിപ്പോയത്. കണ്ടില്ല എന്ത് രസമാണ്, എന്ത് ഭംഗിയാണ് കാണാനെന്ന്. പിന്നെ പോകുന്ന വഴി നമ്മൾ മാൻകൂട്ടങ്ങളോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ